Assalamualaikum warahmatullah. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahir rahmanir rahim. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا. ബഹുമാന്യരായ വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ദിനേനയെന്നോണം നിർബന്ധമായുമല്ലാതെയും അനുഷ്ഠിക്കേണ്ട ശ്രേഷ്ഠമായ നമസ്കാരമെന്ന ആരാധനയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് നിങ്ങളോട് ഏതാനും കുറച്ച് സമയം സംസാരിക്കാനുള്ളത്. വേണ്ടത്ര മതബോധമില്ലാത്ത ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയാൽ, എന്നിട്ട് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ആരാണ് അല്ലാഹു? അല്ലാഹു എവിടെയാണ്? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, അല്ലാഹു എല്ലായിടത്തുമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ മുഴുവനുമായി വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ തിരുത്തി കൊടുത്തു, അങ്ങനെയല്ലല്ലോ, അത് ഇസ്ലാമിക വിശ്വാസമല്ല, അത് അദ്വൈതമാണ്, അല്ലാഹു ആകാശത്താണ് എന്ന ശരിയായ വിവരം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അയാൾ അത് കേൾക്കാൻ മനസ്സ് കാണിക്കും. അയാളോട് തന്നെ നമസ്കാരത്തിലെ എന്തെങ്കിലും തെറ്റുകൾ സൂചിപ്പിച്ചു കൊടുത്താൽ ആ തെറ്റ് തിരുത്താനും അയാൾ തയ്യാറായി എന്ന് വന്നേക്കാം. ഒളുവെടുക്കുമ്പോൾ 3 പ്രാവശ്യം തല തടയുമ്പോൾ, അല്ല അങ്ങനെ റസൂലുള്ള കാണിച്ചു തന്നിട്ടില്ല, 1 പ്രാവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ അത് തിരുത്താൻ തയ്യാറായി എന്ന് വന്നേക്കാം. പരിശുദ്ധ റമദാനിൽ പോലും ചെറിയ കാരണത്തിന്റെ പേരിൽ നോമ്പ് മുടക്കുന്ന സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ നമ്മുടെ ഹോസ്റ്റലുകളിലുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്താൽ അവർ നോമ്പ് നോൽക്കൽ ആരംഭിച്ചേക്കാം. ഏതെങ്കിലും ദുർബലമായ നിമിഷത്തിന് അടിമപ്പെട്ടുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ആ ലഹരിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന മതപരമായ ഗൗരവം പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് മടങ്ങുന്നവരുമുണ്ടാവാം. ഇസ്ലാമിന്റെ ഷിയാറുകൾ, ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, ശരീരത്തിലുണ്ടാകണം, വേഷങ്ങളിലുണ്ടാകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും ഒരുപക്ഷെ അയാൾ തയ്യാറായേക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ തയ്യാറാകുന്ന ആളുകൾ വിശ്വാസത്തിലും കർമ്മത്തിലും അതുപോലെ ഇബാദത്തുകളിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നവർ പോലും വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അങ്ങനെയുള്ള ചില ആളുകൾ പോലും നിങ്ങളുടെ സ്വഭാവത്തിലൊരു തകരാറുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്താനുള്ള ശ്രമം ചിലരിലെങ്കിലും കാണാറില്ല. നിങ്ങളുടെ പ്രതികരണം ശരിയല്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ തകരാറുകളുണ്ട്, ഒന്നുകൂടെ നിങ്ങളുടെ സ്വഭാവം മയപ്പെടേണ്ടതുണ്ട്, നിങ്ങളുടെ രക്ഷിതാക്കളോടും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന മറുപടി, അതിന്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ അങ്ങനെയാണ്, അതെനിക്ക് മാറ്റാൻ കഴിയില്ല, അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അതിന്റെ ഒരു സ്വഭാവമാണ്, ഞാൻ അങ്ങനെയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ മാറ്റാൻ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ്, എന്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ ജന്മനാ അങ്ങനെയാണ്, ഞങ്ങളെ വീട്ടിലുള്ളവരും ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് അതൊന്നും എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒരു സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടുന്ന ആളാണ്, കോപം വരുന്ന ആളാണ് എന്നൊക്കെ അതൊരു സ്വഭാവത്തിന്റെ ഭാഗമായി, ജീവിതത്തിന്റെ ഭാഗമായി ഒരിക്കലും തിരുത്താൻ കഴിയാത്ത സംഗതിയായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥിനികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഇസ്ലാമികമായ സ്വഭാവ മര്യാദകൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്നതിന് പകരം നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുകയാണോ പതിവ്?
അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതിന്റെ 3 അപകടങ്ങൾ ഞാൻ പറയാം. സ്വഭാവത്തിൽ പ്രത്യേക മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഒന്നെന്താ അറിയോ, ആരും നമ്മുടെ കൂടെ നിൽക്കൂലെന്നാണ്. അത് ക്യാമ്പസിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായാലും ഉണ്ടാവൂല. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയാണ്, ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭമാണ്. റസൂലുള്ളാഹിയോട് പറയുകയാണ്, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ ആളുകളൊക്കെ താങ്കളുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അപ്പൊ സ്വഭാവത്തിലുള്ള മാറ്റം വളരെ പ്രധാനമാണ്. അതില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സമൂഹത്തെ നയിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തത് എന്താ അറിയോ, ഈ കോപവും അതുപോലെ തന്നെ ജനങ്ങളോട് തട്ടിക്കയറിലുള്ള പ്രശ്നങ്ങളും സ്വഭാവത്തിലുള്ള തകരാറുകളും ഒക്കെയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. കോപം ഒതുക്കി വെക്കുന്നവരും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരും അവരാണ് ഉത്തമന്മാർ. അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക, മുഹ്സിനീങ്ങളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണമെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. മാത്രമല്ല, നമ്മളെല്ലാവരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലിയവരാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകന്റെ സ്വഭാവം അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. സ്വഭാവം എന്താണ്? വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. നബി, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേൽ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ബുഇസ്തു ലിഉതമ്മിമ ഹുസ്നൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ ആ റസൂലുള്ളയെ നമ്മൾ അനുധാവനം ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം നമ്മൾ വരുത്തിയേ പറ്റൂ എന്നാണ്. 2 രംഗത്താണ് എനിക്ക് പ്രധാനമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിലൊന്ന്, ഒരു വ്യക്തി എന്ന നിലക്ക് എല്ലാ രംഗത്തും നമ്മൾ ഈ വിശ്വാസത്തിനനുസരിച്ചൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിലുള്ള തകരാറ് എന്താ അറിയോ, നമ്മളല്ല ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പ്രോഫ്കോണിൽ പങ്കെടുത്തു, കാര്യങ്ങളൊക്കെ പഠിച്ചു, മനസ്സിലാക്കി, നിങ്ങളുടെ ഇബാദത്തുകൾ ആരംഭിച്ചു, ജീവിതത്തിൽ നല്ല നന്മകൾ ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ ആൺകുട്ടികളാണെങ്കിൽ ഇതുവരെ താടി വളർത്താത്തവർ താടി വളർത്താൻ തുടങ്ങി, വളർത്തിയവർ നീട്ടാൻ തുടങ്ങി. പെൺകുട്ടികളാണെങ്കിൽ ശരിയായ ഇസ്ലാമിക വസ്ത്രധാരണം തുടങ്ങി എന്നൊക്കെ വിചാരിക്കുക. പക്ഷെ നമ്മളെ സ്വഭാവം ഒരു പരുക്കനാണെങ്കിൽ സ്വാഭാവികമായും ആളുകൾ നമ്മളിലേക്ക് വരില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക രംഗത്താവട്ടെ, കുടുംബ മേഖലയിലാകട്ടെ, വ്യക്തികളോടും കുടുംബത്തോടുമൊക്കെയുള്ള പെരുമാറ്റത്തിലാകട്ടെ ഉണ്ടാകുന്ന തകരാറുകൾ നമ്മൾ തെറ്റിദ്ധരിക്കാനല്ല കാരണമാവുക, നമ്മുടെ മുഖത്തു വെച്ച താടി, ആ താടിയുടെ പിന്നിലുള്ള ഒരു സംസ്കാരം, ആ മതം, ആ പരിശുദ്ധമായ ദീന്, അത് തെറ്റിദ്ധരിക്കാൻ കാരണമാകും. നമ്മൾ അണിഞ്ഞിരിക്കുന്ന പർദ്ദ, നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഹിജാബ്, ആ ഹിജാബ് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അനാവശ്യമായ ഒരു പ്രവർത്തനം ചെയ്യുന്നതും അതൊന്നുമില്ലാതെ ഒരു മോഡേൺ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി ചെയ്യുന്ന ആ മോശമായ പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഇസ്ലാമിന്റെ ശിആറുകൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ദോഷമായ പ്രവർത്തനം അയാളെ മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുക, മറിച്ച് അയാൾ അണിഞ്ഞിരിക്കുന്ന വേഷത്തെയും അയാൾ പ്രതിദാനം ചെയ്യുന്ന ആ സംസ്കാരത്തെയും അതിന്റെ പിന്നിലുള്ള ഖുർആനിനെയും അതിന്റെ പിന്നിലുള്ള പ്രവാചകന്റെ ചര്യകളെയും നേർക്കുനേരെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ നമ്മൾ കാരണമാകുന്നു എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. ഇതാ ഈ പ്രോഫ്കോണിലൂടെ നിങ്ങൾ നേടിയ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, കർമ്മങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പകർത്തുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവ മേഖല, നമ്മുടെ വ്യക്തിത്വം കൃത്യമാകേണ്ടതുണ്ട്. അത് സഹപ്രവർത്തകരോടും അധ്യാപകരോടും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലിലെ വാർഡന്മാരാകട്ടെ, രക്ഷിതാക്കളാകട്ടെ, സമൂഹമാകട്ടെ, സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ഏതൊരു വിഭാഗമാകട്ടെ, അവരോട് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം നമുക്കുണ്ട്. അവരൊക്കെ മുമ്പിൽ നല്ല ആളാണ്. അതിന് ഒറ്റമൂല്യം ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന് ഒറ്റമൂല്യം അറിയോ? എല്ലാവരുടെ മുമ്പിലും നന്നാവാൻ ഇന്ന് കുറെ പുസ്തകം വാങ്ങാൻ കിട്ടും. ലീഡർഷിപ്പ് ക്വാളിറ്റികളുള്ള, വ്യക്തിത്വ പരിശീലനത്തിന് ആവശ്യമായ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും. പക്ഷെ ആ പുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു നല്ല വിദ്യാർത്ഥിയാകാം, എങ്ങനെ ഒരു നല്ല അധ്യാപകനാകാം, എങ്ങനെ ഒരു നല്ല എഞ്ചിനീയർ ആകാം, എങ്ങനെ ഒരു നല്ല ഡോക്ടറാകാം. ഇങ്ങനെ ഓരോരുത്തരുടെ മുമ്പിലും, ഒരു രോഗിയുടെ മുമ്പിൽ എങ്ങനെ നല്ല ഡോക്ടറാവാം, ഒരു വിദ്യാർത്ഥികളുടെ മുമ്പിൽ എങ്ങനെ ഒരു അധ്യാപകനാകാം, അതുപോലെ തന്നെ അധ്യാപകരുടെ മുമ്പിൽ എങ്ങനെ ഒരു നല്ല വിദ്യാർത്ഥിയാകാം. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ ഒക്കെ മുമ്പിൽ നന്നാകുവാനുള്ള ഒരു മാർഗം എന്താണെന്നറിയോ? ഏകനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നന്നാകാൻ തീരുമാനിച്ചാൽ
നമ്മൾ അധ്യാപകരുടെ മുമ്പിൽ നന്നായി, വിദ്യാർത്ഥികളുടെ മുമ്പിൽ നന്നായി, സമൂഹത്തിന്റെ മുമ്പിൽ നന്നായി, കുടുംബത്തിന്റെ മുമ്പിൽ നന്നായി. ഒരൊറ്റ മൂലി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നന്നാവുക എന്നതാണ്. പടച്ചോനെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും നമ്മൾ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചാൽ നമ്മളെല്ലാ സ്വഭാവവും നന്നാവും, യാതൊരു പ്രയാസമല്ല. അല്ലെങ്കിലോ വിദ്യാർത്ഥിന്റെ മുമ്പിൽ നന്നാവും, ക്ലാസ് കഴിഞ്ഞു പോകുന്ന അധ്യാപകൻ വേറെ സ്വഭാവമാണ് വരുത്തുക. അതേപോലെ തന്നെ കുടുംബത്തിന്റെ മുമ്പിൽ നന്നാവും, കുടുംബത്തിൽ നിന്ന് ഒരു മാസത്തിന് ഹോസ്റ്റലിലേക്ക് വന്ന രൂപം മാറും. വാർഡന്റെ മുമ്പിൽ നന്നാകും, വാർഡന്റെ അടുത്തുനിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മാറും. ഈ സമയത്തൊക്കെ ഏത് സമയത്തും പടച്ചോനെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത ജീവിതത്തിൽ ഉണ്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി നമുക്ക് ജീവിക്കാം. പിന്നെ മാനേജ്മെന്റ് സ്റ്റഡീസും അതുപോലെയുള്ള പുസ്തകങ്ങളും അതിന്റെ പിറകെ നമുക്ക് പോകേണ്ടി വരില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് സമയത്തും രാത്രി 12 മണിക്ക് ഞാൻ നെറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഇതാ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചതമ്പുരാനുണ്ട് എന്ന ഓർമ്മയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തെറ്റു ചെയ്യാൻ കഴിയില്ല, മോശമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ദേഷ്യം വരുമ്പോ, അതുപോലെ കോപം വരുമ്പോ, അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും തകരാറ് വരികയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും പ്രധാനമായി വ്യക്തി എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. തെറ്റ് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ എന്തു സംഭവിക്കും? കളവ് നമ്മൾ പറയേണ്ടി വരും. തെറ്റ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അറിയാതെ കളവ് പറഞ്ഞു പോകും. കളവ് ഒന്ന് പറഞ്ഞാൽ ഒന്നുമ നിൽക്കാൻ കഴിയില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന് പറഞ്ഞാൽ ഒന്നുമ നിൽക്കാൻ കഴിയില്ല, അതങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഫഇന്ന സ്വിദ്ഖ തുമഇനീനതുൻ വൽ കദിബരീബതുൻ, നിശ്ചയമായും സത്യസന്ധത എന്ന് പറയുന്നത് സമാധാനമാണ്, എന്നാൽ കളവാകട്ടെ അത് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് എന്നാണ്. അല്ലേ? രാത്രി ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നപ്പോ രാത്രി 11 മണിയായി. ചോദിച്ചു ആള്, എന്തേ വൈകി? ഉള്ള കാരണം പറഞ്ഞാൽ പ്രശ്നമാണ്. വേറൊരു കാരണം പറഞ്ഞു, ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്, ഇന്ന സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായി. അപ്പൊ അയാൾ ചോദിച്ചു, ഏത് സമയത്താ ബ്ലോക്ക് ഉണ്ടായത്? ആ സമയത്ത് ഞാനുണ്ടല്ലോ അവിടെ ബ്ലോക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അതോടുകൂടി അടുത്ത കളവ് പറയണം, ഞാൻ ആ ജംഗ്ഷനിലല്ല മറ്റേ ജംഗ്ഷനിലെന്നു. അല്ലേ? അങ്ങനെ കളവ് പറഞ്ഞു പോകും. ഒരു ചെറിയ എവിടെയോ വായിച്ചൊരു സംഭവമുണ്ട്. 2-3 വിദ്യാർത്ഥികൾ എന്തോ അനാശാസ പ്രവർത്തനത്തിന് പോയി കോളേജിലെത്താൻ വൈകി. അന്ന് യൂണിറ്റ് ടെസ്റ്റ് ഉള്ള ദിവസമാണ്. വൈകിയാണ് എത്തിയത്. ടെസ്റ്റിൽ നിന്ന് രക്ഷപ്പെടലും അവരുടെ ഉദ്ദേശമായിരുന്നു. അങ്ങനെ അവർ വന്ന് കയറിയ ഉടനെ അധ്യാപകൻ അവരെ വിചാരണ ചെയ്തു. എന്താ പ്രശ്നം? സാറേ, ഞങ്ങൾ 4 പേര് ഒരു കാറിലാണ് വന്നത്, കാറിന്റെ ടയർ പഞ്ചറായി, ആകെ പ്രശ്നമായി, അങ്ങനെ ഞങ്ങൾ സമയം വൈകി. ദേഹത്തൊക്കെ അവർ കരിയൊക്കെ വാരി തേച്ചിട്ടാ വന്നത്, കണ്ടില്ലേ? ഓയിലൊക്കെ കണ്ടില്ലേ? ഗ്രീസ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. അങ്ങനെ അധ്യാപകൻ അത് കേട്ടിട്ട് പറഞ്ഞു, ശരി, പരീക്ഷയുടെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് 4 പേർക്കും വേണ്ടി ഒരു പ്രത്യേക പരീക്ഷ നടത്താറ്. അങ്ങനെ 4 ആളി 4 റൂം കൊണ്ടുപോയിരുത്തി. 4 ആളി 4 റൂം കൊണ്ടുപോയിരുത്തിയിട്ട് 4 പേർക്കും ചോദ്യത്തും ഉത്തരം എഴുതാനുള്ള കടലാസും കൊടുത്തു. ആകെ 2 ചോദ്യമുള്ളൂ അതിൽ. 1, നിങ്ങളുടെ പേരെന്താണ്? 2, ഏത് ടയറാണ് പഞ്ചറായത്? 4 ആളും 4 റൂമിലാണ്. 4 ആളും 4 റൂമിലിരുന്ന് ഉത്തരം എഴുതി പേപ്പർ കൊടുത്തു. വാങ്ങി നോക്കുമ്പോ 4 ആളും വ്യത്യസ്ത ടയറാണ് എഴുതിയിട്ടുള്ളത്. അതോടുകൂടി മനസ്സിലായി ഈ പറഞ്ഞ എന്തല്ല, സത്യമല്ല. കളവ് പൊളിയാനുള്ളതാണ്. കളവുകളെല്ലാം പൊളിയാനുള്ളതാണ്. അത് ദുനിയാവിൽ നിന്ന് പൊളിയും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ പരലോകത്ത് പൊളിയും. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരികളെ, സഹോദരന്മാരെ, ജീവിതത്തിൽ കളവ് നമ്മൾ പറയരുത്. ഒരു നല്ല വ്യക്തിയുടെ ഏറ്റവും നല്ല അടയാളം എന്ന് പറയുന്നത് അവൻ സത്യസന്ധനായിരിക്കുമെന്നാണ്. സത്യം ആദ്യം പറയുമ്പോൾ അല്പം കയ്പുണ്ടെങ്കിലും ആ കയ്പ് നെല്ലിക്കതുപോലെ പിന്നീട് മധുരിക്കുന്നതായിരിക്കും. പക്ഷേ കളവ് തൽക്കാലം ആശ്വാസം തരുമെങ്കിലും ജീവിതത്തിൽ മുഴുവനും അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ്വാദിഖീൻ, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വ്യക്തിതലത്തിൽ പ്രധാനമായി സത്യസന്ധത കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയക്കുറവ് കാരണം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളടങ്ങിയ ഏതാനും പ്രവാചക വചനങ്ങളുടെ പരിഭാഷ മാത്രം ഞാൻ വായിച്ചു പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക, പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ
പഠിക്കുക. അബ്ദുല്ലാഹിബ്നു അംറിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ ദൂതൻ അസഭ്യം പറയുമായിരുന്നില്ല, അസഭ്യം പറയാൻ ശ്രമിക്കുന്നവനുമല്ല. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നിങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി. മറ്റൊരു വാചകത്തിൽ കാണാൻ സാധിക്കും, അന്ത്യദിനത്തിൽ സത്യവിശ്വാസിയുടെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ ഭാരമുള്ള മറ്റൊന്നുമില്ല. അനാവശ്യം സംസാരിക്കുന്നവനോട് അള്ളാഹുവിന് വെറുപ്പാണ്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സൽസ്വഭാവവും ദൈവഭക്തിയും എന്നായിരുന്നു അതിന് കൊടുത്ത മറുപടി. ചോദിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വായയും ഗുഹ്യസ്ഥാനവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അൽ ഫമു വൽ ഫർജു, അതെ, ഇത് രണ്ടും നിങ്ങൾ ജാമ്യം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു വാചകത്തിലൂടെയും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു സംഗതി നോക്കൂ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവനും നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരാണ്. തീർച്ചയായും നിങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അകന്നിൽ നിൽക്കുന്നവനും കൃത്രിമമായി സംസാരിക്കുന്നവനും വായാടികളും വായ നിറച്ച് വർത്തമാനം പറയുന്നവരുമാണ്. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, സൻസാറും മുതശദ്ദിഖുകളും ഞങ്ങൾക്ക് മനസ്സിലായി, മുതഫയ്യിഖീൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അൽ മുതകബ്ബിറൂൻ, അത് കിബ്റുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, വെറുതെയുള്ള സംസാരങ്ങൾ അതിലൊരിക്കലും തന്നെ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു വാചകത്തിൽ നോക്കൂ, നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ ഒന്നിനെ തെരഞ്ഞെടുക്കാൻ നബിക്ക് അവസരം ലഭിച്ചാൽ ഏറ്റവും എളുപ്പമായതേ അവിടുന്ന് തെരഞ്ഞെടുക്കുമായിരുന്നുള്ളൂ. അത് പാപമാകാതിരിക്കുമ്പോൾ. പാപമാണെങ്കിൽ അതിൽ നിന്നും ജനങ്ങളിൽ ഏറ്റവും അകന്നു നിൽക്കുന്നവരായിരുന്നു അദ്ദേഹം. തന്റെ കാര്യത്തിൽ നബി ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ ഒഴികെ. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി അവിടുന്ന് പ്രതികാരം ചെയ്യും. ഇങ്ങനെയുള്ള ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽ സ്വഭാവം എന്നത്, നല്ല സ്വഭാവം എന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. വ്യക്തി എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ സമ്പൂർണമായ ഒരു മുസ്ലിമായി നമ്മൾ മാതൃക കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രബോധകന്മാർ, അതാണ് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വെളിച്ചമായി നിൽക്കേണ്ടത്. സ്വയം കത്തുന്ന ഒരു വിളക്കിൽ നിന്നേ മറ്റൊരാൾക്ക് തിരി കൊളുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. നാം പറയുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് തിരികൊളുത്തി കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം പ്രൊഫഷണൽ വിദ്യാർത്ഥികളോട് ഗൗരവപൂർവ്വം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തി എന്ന നിലക്ക് അയാളുടെ സ്വഭാവം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട സുപ്രധാനമായൊരു സ്ഥലം അദ്ദേഹത്തിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ വീടാണ്. ആ വീട്ടിൽ ആരോട് ചോദിക്കണമെന്നോ? നമ്മുടെ ഉമ്മയോട് ചോദിക്കണം. ഇപ്പോൾ ഇതാ ഇരിക്കുന്ന സഹോദരങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് ആലോചിക്കുക. ഇപ്പോൾ നമ്മുടെ ഉമ്മയെ വിളിച്ച് നമ്മെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ എന്തു പറയും? നമ്മെക്കുറിച്ച് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ഇപ്പോൾ എന്തു പറയും? നല്ലത് പറയുമോ? അൽഹംദുലില്ലാ. അതല്ല മറ്റെന്തെങ്കിലുമാണോ പറയുക? നാം ആലോചിക്കേണ്ട കാര്യമാണ്. അഥവാ രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട് വളരെ നല്ല രീതിയിലുള്ള സ്വഭാവമാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. അള്ളാഹു അവരെ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വഖലാ റബ്ബുക, വിധിച്ചിരിക്കുന്നുവെന്നാണ്. വിധിച്ചിരിക്കുന്നു. എന്താ വിധിച്ചത്? അതിലൊന്നാമത് പറഞ്ഞത് അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, എന്നെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു വിധിച്ചിരിക്കുന്നു. പിന്നെ തൊട്ടുടനെ പറഞ്ഞത് തൗഹീദിന്റെ കൂടെ ഒരുമിച്ച് പറഞ്ഞ കാര്യം വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്നാണ്. ഈ ആയത്തിൽ പറഞ്ഞ ഏതാനും പദപ്രയോഗങ്ങൾ ഞാൻ ചുരുക്കിയൊന്നു പറയാം, അത് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഒന്നിതിൽ പറഞ്ഞത് വഖലാ റബ്ബുക, വിധിയാണ്, അള്ളാഹുവിന്റെ വിധിയാണെന്ന് നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. രണ്ടാമതൊന്ന് പറഞ്ഞത് ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു പോകരുത്. ഛേ
എന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. വേറൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ, വലാ തൻഹർഹുമാ, കയർത്ത് പറയരുത്, കയർക്കാൻ പാടില്ല. രക്ഷിതാക്കൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞേക്കാം, പക്ഷേ കയർത്തു സംസാരിക്കാൻ പാടില്ല. വലിയ പാപമാണത് എന്നാണ് റസൂലുള്ള പറഞ്ഞു. മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈഹി, ഏറ്റവും വലിയ പാപത്തിൽപ്പെട്ടതാണ് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുക എന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ കണക്കെടുപ്പിന് വേണ്ടി ചെന്നതാണ്. ഓരോ ആളുകളുടെയും പേര് വിവരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കുറേ മെമ്പർമാരുള്ള ഒരു വീടാണ്. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള ഒരു ഉമ്മയുണ്ട് അവിടെ. ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉമ്മ അങ്ങനെ ഉത്തരം പറയും. ഓരോ ആളുകളുടെ പ്രായം പറയും, പേര് പറയും, പലതും തെറ്റാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഉമ്മയുടെ മൂത്ത മകൾ അപ്പോൾ പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. ഈ ഉമ്മ അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇവള് പറയാ, ഒന്ന് മിണ്ടാതിരിക്കും തള്ളയെന്ന്. സ്വന്തം ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഉമ്മയുടെ മുഖം അപ്പോൾ കാണണമായിരുന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞു എന്ന് വരില്ല, പക്ഷേ നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഉപ്പമാർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ വന്നാൽ ഏത് പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചിട്ടും കാര്യമില്ല, എത്ര വലിയ ഡോക്ടറായിട്ടും കാര്യമില്ല, നമ്മുടെ ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് യാതൊരു വിലയും ഉണ്ടായിരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രല്ല ശാപം കിട്ടുന്നതാണ്. ലഅനല്ലാഹു മൻ സബ്ബ വാലിദൈഹി ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ സബ്ബ വാലിദൈഹി, മാതാപിതാക്കളെ ചീത്ത പറയുന്നവനെ, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നവരെയും പ്രയാസപ്പെടുത്തുന്നത് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ശാരീരികമായ പീഡനത്തെക്കാളും മാനസികമായ പീഡനമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഒരു കത്തിയെടുത്ത് നമ്മുടെ കയ്യിനൊരു കൊത്തുകൊത്തിയാൽ അതൊരു പക്ഷേ 2 മാസം കഴിഞ്ഞാൽ നേരത്തെയുള്ളതിനേക്കാളും നല്ല രീതിയിൽ തുന്നി വൃത്തിയാക്കി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതേ, ആയുധം കൊണ്ടുള്ള മുറിവുകൾ മരുന്നുകൊണ്ട്, ഔഷധം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ മരിക്കുന്നതുവരെ മാറ്റാൻ ചില ആളുകൾക്ക് സാധിക്കുകയില്ല. മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്ന് വെച്ച്, ഇതാ നിങ്ങളോട് എന്തെങ്കിലും വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണമെന്ന് പറയുമ്പോൾ പോലും മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ കഴിയാത്ത വാചകങ്ങൾ നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതും നമ്മുടെ ഉമ്മയോടാണ് പ്രതികരിച്ചിട്ടുള്ളതെങ്കിൽ, എത്ര വലിയ ഡോക്ടറായിട്ടും എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, അവസാനം ഉമ്മ പറയും, എന്റെ 4 മക്കളുണ്ട്, അതിലൊരുത്തൻ ഡോക്ടറാണ്, എന്ത് പറഞ്ഞിട്ടെന്താ, നാട്ടുകാർക്കൊക്കെ അവനെ കൊണ്ട് നല്ല സ്വഭാവമാണ്, നല്ല സംസ്കാരമാണ്, പക്ഷേ എന്നെ പരിഗണിക്കൂല, എന്നോട് അവൻ പറഞ്ഞ വാക്ക് മരിക്കോളം ഞാൻ മറക്കൂല എന്നൊക്കെ പറഞ്ഞ ഉമ്മമാരെ നമുക്ക് പരിചയമില്ലേ? നിങ്ങളുടെ നാവിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ഉമ്മമാരോട് അങ്ങനെ ഒരു വാക്കുണ്ടാകരുത്. വേറൊരു പ്രയോഗം എന്താ ഇതിൽ വന്നത്? വഖുല്ലഹുമാ ഖൗലൻ കരീമാ, കരീമായ വാക്ക് നിങ്ങൾ പറയണം. എന്താ കരീം? മാന്യമായ വാക്ക് നിങ്ങൾ പറയണം. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഖൗലുൽ അബ്ദി അൽ മുദ്നിബി ലിസയ്യിദിൽ ഫളി, പാപം ചെയ്ത അടിമ കഠിന സ്വഭാവിയായ യജമാനനോട് സംസാരിക്കുന്നത് പോലെ, ആ കരീം എന്ന മാന്യത എന്നതിനുള്ള ഒരു വിശദീകരണമാണ് പറഞ്ഞത്. എന്ത്? പാപം ചെയ്ത അടിമ കഠിന സ്വഭാവിയായ യജമാനനോട് സംസാരിക്കുന്നത് പോലെയാകണം ഉമ്മമാരോട്, ഉപ്പമാരോട് നമ്മൾ സംസാരിക്കേണ്ടത്. സാധാരണ യജമാനനോട് ഭൃത്യൻ എങ്ങനെയാണ് സംസാരിക്കുക? ഒരു തെറ്റുകൂടി വന്നിക്കണമെങ്കിൽ എത്ര താഴ്ന്നു കൂഴ്ന്നാ സംസാരിക്കുക? അതുപോലെ ആയിരിക്കണം ഉമ്മയോട്, ഉപ്പയോട് നമ്മൾ പെരുമാറേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കൂട്ടത്തിൽ പ്രകടിപ്പിച്ചാൽ പോരാ. ചില ആളുകൾ അങ്ങനെയുണ്ട്, കുടുംബങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടാവുമ്പോ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ നല്ല മര്യാദക്ക് പെരുമാറും. പക്ഷെ ആരുമില്ലാത്ത സമയമാവുമ്പോ എല്ലാതും പറയും, നിങ്ങളവിടെ കിടന്നോളി, നിങ്ങൾക്ക് മരുന്ന് കൊണ്ടു തരുന്നില്ലേ, അതൊക്കെ മതി എന്ന് പറഞ്ഞ് സ്വകാര്യമായി ഇതാ ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിക്കുകയും ആളുകളുടെ മുമ്പിൽ ഞാൻ എന്റെ ഉമ്മയെ പരിഗണിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഉപ്പയെ പരിഗണിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഇരട്ട നിലപാട് സഹോദരങ്ങളെ പടച്ചതമ്പുരാൻ കാണുന്നുണ്ട് എന്ന ഓർമ്മ നമുക്ക് വേണ്ടതുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ വേറൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ. ഏറ്റവും കൂടുതൽ നിങ്ങളെ ഉമ്മയെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കേണ്ട സമയമേതാ? അവർ ഒരാളാകട്ടെ രണ്ടാളാകട്ടെ നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യദശയിൽ വരുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ അവരെ പരിഗണിക്കേണ്ടത്. ഇന്ന് കൂടുതൽ അവഗണിക്കപ്പെടുന്നത് ഈ സമയത്താണെന്നതാണ് കേരളത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരവസ്ഥ. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, അതാ കാർ ഷെഡിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ആരെ? തന്റെ അച്ഛനെയും അമ്മയെയും.
വരികയും മറ്റൊരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കേട്ടു. ഒരു 407 വണ്ടിയിൽ ഒരു ലോറിയിൽ അതാ ഒരു സാധന സാമഗ്രികളും കയറ്റി പോകുന്നു. അവസാനം ആ ലോറി പോയി നിന്നത് ഒരു മരച്ചുവട്ടിലാണ്. ആ മരച്ചുവട്ടിൽ നിർത്തി തന്റെ അമ്മയെയും അച്ഛനെയും അവിടെ നിന്നും എല്ലാം ഇറക്കി ആ മരച്ചുവട്ടിലാക്കി. ആ വണ്ടിയിലുള്ള സാധനങ്ങളും അവിടെ ഇറക്കി വെച്ച് വണ്ടിയും വിട്ടു പോയിരിക്കുകയാണ്. ആരാണ് ചെയ്യുന്നത്? സ്വന്തം മക്കൾ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതേ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരമുണ്ടാകുന്നു, വിദ്യാഭ്യാസമുണ്ടാകുന്നു, എല്ലാം നമുക്ക് സ്വായത്തമാകുന്നു. പക്ഷേ നമ്മുടെ ഉമ്മമാർ ഏതുപോലെ ട്രെയിനിൽ നമ്മൾ ചായ കുടിക്കാൻ കാപ്പി കുടിക്കാൻ വേണ്ടി കിട്ടുന്ന ഗ്ലാസ്സില്ലേ, അതിന്റെ ആയുസ് എത്രയാണ്? ആ കാപ്പി കുടിച്ചു കഴിയുന്ന സമയം, അത് കുടിച്ചു കഴിയുന്നതോടുകൂടി അല്പനേരം കൂടി അതിലേക്കൊന്ന് നോക്കിയിരിക്കും. പിന്നീട് കയ്യിലിട്ട് ചുരുട്ടി പുറത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ മുട്ടത്തോടിനോട് കോഴിക്കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇതാ ഒരു നല്ല അവസ്ഥയിൽ നമ്മളായി, പ്രൊഫഷണൽ കോളേജിലെത്തി, ക്യാമ്പസിലെത്തി, അത്യാവശ്യമൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി. ഇനി എന്ത് വാപ്പ, ഇനി എന്ത് ഉമ്മ, ഇനി അവരെ കൊണ്ട് എനിക്ക് കാര്യമില്ല. ചായ കുടിച്ചു കഴിഞ്ഞു, കാപ്പി കഴിച്ചു കഴിഞ്ഞു, ഇനി ഗ്ലാസ് പുറത്തേക്കെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന സംസ്കാരം ഇല്ല സഹോദരങ്ങളെ. ഈ ഈമാനുള്ള, ഈ വിശ്വാസമുള്ള നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അതാ നമ്മുടെ ക്യാമ്പസിലേക്ക് നമ്മുടെ ഉപ്പ കയറി വരികയാണ്. നമ്മുടെ ക്യാമ്പസിലേക്ക് കയറി വരികയാണ്. നമ്മൾ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. വളരെ പേരും പ്രശസ്തിയുമുള്ള ആളാണ് നമ്മൾ. കോളേജിലെ ചെയർമാനാണ് നമ്മൾ. എല്ലാവരും താരമായി കൊണ്ടു നടക്കുന്നയാളാണ് നമ്മൾ. അതാ പുറത്തുനിന്ന് കാത്തിരിക്കുന്നു. ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്. പോയി സംസാരിച്ചു. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. സഹപ്രവർത്തകർ ചോദിച്ചു, ആരാണ് വന്നത്? അതെന്റെ വാപ്പയാണെന്ന് പറയാൻ. അതെ, ഒരു പ്രയാസമുള്ള, അല്പം കാണാൻ ചൊറുക്കില്ലാത്ത, വെയിലേറ്റുകൊണ്ട് വാടിത്തളർന്ന ശരീരവുമായി കടന്നു വന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്റെ വാപ്പ. എങ്കിലും ആ വാപ്പയാണെങ്കിലും ആത്മാഭിമാനത്തോടുകൂടി ഇതാ എന്റെ വാപ്പയാണിത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ആർജവമുണ്ടോ? ഉണ്ടെങ്കിൽ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പറയുന്നത് ഇരട്ടത്തിര നിലപാടല്ല, ശരിയായ നിലപാടാണ്. അതല്ല, അതിന് പകരം വാപ്പയെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി സ്വകാര്യം പറഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ അധിക സമയം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാപ്പയെ ഒതുക്കി പറഞ്ഞയക്കുകയാണെങ്കിൽ, ഉമ്മയെ പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ ആരെ പരിഗണിച്ചിട്ടും കാര്യമില്ല സഹോദരങ്ങളെ. സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തി ലഭിക്കാതെ മരിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആയത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, എങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കണമെന്നതാണ്. നോക്കൂ നിങ്ങൾ ആ പ്രയോഗം, കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കണം. ഏത് സമയത്ത്? വാർദ്ധക്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്. ഏതുപോലെ? കോഴിക്കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴി എങ്ങനെയാണോ പരുന്തിൽ നിന്ന്, പ്രകൃതി പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയാണോ അവർക്ക് മോക്ഷം കൊടുക്കുന്നത്, രക്ഷ കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ ചിറകിനുള്ളിൽ അടയിരുത്തണം, അഥവാ കരുണ കൊണ്ട് മൂടണം. ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്റെ മക്കളുടെ ചിറകിനടിയിൽ ഞാൻ സുരക്ഷിതയാണെന്ന അഭിമാനബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം. ഏതുപോലെ? ചില കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ? 5 8 കോഴിക്കുഞ്ഞുങ്ങൾ ഒരു തള്ളപ്പക്ഷിയുടെ ചിറകിനടിയിലുണ്ടെങ്കിൽ ചില കോഴിക്കുഞ്ഞ് ആ ചിറകിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് തലയിട്ട് ആത്മാഭിമാനത്തോടുകൂടി ഇങ്ങനെ നോക്കും. എന്താണ് ആ നോട്ടത്തിന്റെ ചിത്രം? ഞാൻ എന്റെ അമ്മയുടെ ഈ ഒരു ചിറകിനടിയിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന ആ അഭിമാനബോധത്തോടുകൂടി. അതെ, നമ്മുടെ രക്ഷിതാക്കൾ എത്ര പ്രായം ചെന്നവരാണെങ്കിലും അവർ നാട്ടുകാർ വന്നാൽ, കൂട്ടുകാർ വന്നാൽ പറയണം, എന്റെ മകൻ ഇന്ന കോളേജിലാണ്, എന്റെ മകൻ ഇന്ന ആശുപത്രിയിലാണ്, അവൻ അറിയപ്പെടുന്ന എഞ്ചിനീയറാണ്, എത്ര തിരക്കുണ്ടെങ്കിലും അവൻ എന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കൊരു പ്രയാസവും ഇതുവരെ വരുത്തിയിട്ടില്ല, ഞാൻ പറയുന്നത് കേട്ട ശേഷം മാത്രമേ അവൻ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ എന്ന് പറയുന്ന രക്ഷിതാക്കളാക്കി മാറ്റാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. പന്ത് പോലെ തട്ടിക്കളിക്കാനുള്ളതല്ല രക്ഷിതാക്കൾ എന്ന് മനസ്സിലാക്കണം. 10 മക്കൾ ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ട് എങ്കിൽ എന്താ വിചാരിക്കേണ്ടത്? ഞാനില്ല എങ്കിലും ബാക്കി 9 ആളില്ലേ, അവരൊക്കെ നോക്കട്ടെ വാപ്പാനെ, അവരൊക്കെ നോക്കട്ടെ ഉമ്മയെ, ഞാൻ അതിന്റെ കൂടെ നോക്കിയാ പോരെ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. 10 മക്കളുണ്ടെങ്കിൽ
ആണെങ്കിലും ഞാൻ നോക്കി എനിക്ക് ഒരു ഉമ്മയേ ഉള്ളൂ, എനിക്കൊരുപ്പയേ ഉള്ളൂ, നമുക്കൊരു ഉമ്മയേ ഉള്ളൂ, നമുക്കൊരു ഉപ്പയേ ഉള്ളൂ. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും 10 മക്കളുണ്ടെന്നത് ശരിയാണ്, പക്ഷെ നമുക്കൊരു ഉപ്പയേ ഉള്ളൂ. നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള മുതല് നമ്മുടെ വാപ്പയാണ്, നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള പാഥേയം നമ്മുടെ ഉമ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ നോക്കുമെന്ന് പറയാൻ, എന്റെ വീട്ടിലാണ് ഉമ്മ നിൽക്കുക എന്ന് പറയാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താ? അല്പം പഠിച്ചു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു, ഏതെങ്കിലും ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് പോകുന്നു. ഇന്നതാ എഞ്ചിനീയറിംഗിനാണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നോ? കേരളത്തിൽ അവർക്ക് കാര്യമായ ജോലി കിട്ടുന്നില്ല, അവർ സ്വാഭാവികമായും പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. അവരതാ വിദേശ നാടുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം വീടുകളിലുള്ള ഉമ്മമാരും ഉപ്പമാരും പോലും 6-7 ആൺമക്കളുണ്ടായിട്ടും ഒരു കുട്ടിയെപ്പോലും സ്വന്തം അടുത്ത് കിട്ടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ജോലിക്ക് വേണ്ടി ദൂരപ്രദേശത്ത് പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ പോകേണ്ട ഗൗരവമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾ കൊണ്ടുപോകണം. അവർക്ക് ഡ്രാഫ്റ്റ് അല്ല അയച്ചു കൊടുക്കേണ്ടത്, അവർക്ക് പണമല്ല ആവശ്യം, അവർക്ക് നിങ്ങളുടെ തലോടലാണ് ആവശ്യം. ഒരു മകനെയാണ് ആവശ്യം, ഒരു മകളെയാണ് ആവശ്യം. ICUയിൽ കിടക്കുന്ന സമയത്ത് പോലും മകൻ അമേരിക്കയിലാണ്, മറ്റൊരു മകൻ ബാംഗ്ലൂരിലാണ് എന്ന് പറഞ്ഞ് മരിച്ചു പോകേണ്ടവരല്ല നമ്മുടെ മക്കൾ. ആ സമയത്ത് പണം അയച്ചു കൊടുക്കേണ്ടവരല്ല നമ്മൾ, ആ സമയത്ത് സാന്നിധ്യമുണ്ടാകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ജീവിക്കട്ടെ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. അതേ വ്യക്തി എന്ന നിലക്ക് സമസ്ത മേഖലകളിലും ഒരു പ്രത്യേകമായ നല്ലൊരു രീതി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവസാനിപ്പിക്കും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വ്യക്തി എന്ന നിലക്ക് നമ്മൾ പാലിക്കേണ്ട മേഖലകൾ സൂചിപ്പിച്ചു, അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളോട് പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു. അവസാനമായി എനിക്ക് പറയാനുള്ളത്, സ്നേഹമെന്ന് പറയുന്നതിന്റെ മാനദണ്ഡം നമ്മൾ വിട്ടുപോകരുത്. എന്താണ് ആ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്? ഇപ്പൊ മാതാപിതാക്കൾ തന്നെ അമുസ്ലിമീങ്ങളാണെങ്കിൽ എന്താണ് അവരോടുള്ള സമീപനം? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ അവർ ശിർക്ക് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, നീ അവരനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമാ, എന്നാൽ അവരോട് നല്ല രീതിയിൽ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിന്റെ കാര്യത്തിൽ നീ നല്ല രീതിയിൽ പെരുമാറുകയും വേണം. അഥവാ അല്ലാഹുവിനും റസൂലിനും എതിരായി നമ്മുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞാൽ അത് കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല. എന്നാൽ അതോടൊപ്പം ദുനിയാവിന്റെ കാര്യങ്ങളിൽ അവർക്കെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുക, അള്ളാഹുവിന്റെ പേരിൽ വെറുക്കുക, ഇതാണ് എല്ലായിടത്തും ഉണ്ടാകേണ്ടത്. ഇതാ നിങ്ങളുടെ ബെഞ്ചിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളില്ലേ, നിങ്ങളുടെ ക്യാമ്പസുകളിലില്ലേ, നിങ്ങളുടെ സ്ഥലങ്ങളിലില്ലേ, പഠിക്കുന്ന സ്ഥലങ്ങളിലില്ലേ, ഹോസ്റ്റലുകളിലില്ലേ, അവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവരുടെ ഭാഗമായി നമ്മൾ മാറണം, സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. മതങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാം പറയുന്നില്ല, ഇന്ത്യ രാജ്യവും പറയുന്നില്ല. മറിച്ച് ഇസ്ലാം പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ്, മതം പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ്, ഇന്ത്യ രാജ്യം പറയുന്നതും മനുഷ്യ സൗഹാർദ്ദമാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞല്ലോ, പിതാ ഒരുപാട് പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ, പലതരത്തിലുള്ള പൂക്കളെ പോലെ ഇന്ത്യ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ ഭംഗി എന്ന് പറയുന്നത്. വൈവിധ്യം അഥവാ നാനാത്വത്തിൽ ഏകത്വം. എല്ലാവരും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കട്ടെ, ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കേണ്ടതില്ല. എന്നാൽ എന്ത് ചെയ്യാം? നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ച കാര്യം മറ്റുള്ളവരോട് നമുക്ക് സംവദിക്കാം, അവരുടെ കാര്യം നമുക്കും കേൾക്കാം. അങ്ങനെ മനസ്സിലായവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഒരു അമുസ്ലിമാണ്, ഒരു ഹിന്ദുവാണ്, ഒരു ക്രിസ്ത്യാനിയാണ് എന്റെ സുഹൃത്തെന്ന് വിചാരിച്ച് അവനോട് അകന്നു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. അകലേണ്ടത് ഒരൊറ്റ വിഷയത്തിൽ മാത്രം, വിശ്വാസ കാര്യത്തിൽ. അത് മാത്രം ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരാറുള്ള ഒരു ഭാസ്കരേട്ടനുണ്ട്. അദ്ദേഹം എപ്പോഴും വരാറുള്ളയാളാണ്, ഏത് കാര്യത്തിനും ഇടപഴകുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം അതാ ഒരു ദിവസം വന്നിരിക്കുന്നു. വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് ചായ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് ചായ വേണ്ട, ഞാൻ ഇന്ന് കുടിക്കില്ല. എന്തേ കാരണം? ഇതാ ഞാൻ മാലയിട്ടിരിക്കുന്നു, ഞാൻ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഇത് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പാടില്ല എന്നവര് പറഞ്ഞു. അവരെ നമ്മൾ ബഹുമാനിക്കണം, അതവരുടെ വിശ്വാസമാണ്. ഇത്ര ദിവസങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഭക്ഷണം കഴിക്കാതെ പോവുക എന്നുള്ളത് ശരിയല്ല. ഇന്ന് നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഇത് ഞാൻ വർഗീയതയായി കണക്കാക്കും, ഇത് വിഭാഗീയതയായി കണക്കാക്കും, നിങ്ങൾക്കെന്തോ ഞങ്ങളോടൊരു ദേഷ്യമുണ്ട് എന്ന് പറയാൻ പാടുണ്ടോ?
ഒരിക്കലും പാടില്ല. അവിടെ ബഹുമാനിക്കാണ് വേണ്ടത്. അത് നിങ്ങളെ വിശ്വാസമാണ്, ശരി, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കണ്ട എന്നാണ് പറയേണ്ടത്. അതുപോലെ തിരിച്ചും നിങ്ങളുടെ ക്യാമ്പസിൽ അരവണ പായസവുമായി അതാ നിങ്ങളുടെ സഹോദരൻ വരുന്നു, ശബരിമലയിൽ പോയി തിരിച്ചു വരികയാണ്, ഇതാ ഇത് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു തരുമ്പോ നമ്മൾ ചോദിക്കാതെ എവിടുന്നാ കൊണ്ടുവന്നത്? ഇന്ന സ്ഥലത്തുനിന്നാണ്. ഇതിനൊരു പുണ്യമുണ്ടോ? ഉണ്ട്. എന്നാൽ ഈ പുണ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സകല നേർച്ചകളും വഴിപാടുകളും മുഴുവനും ഏകരക്ഷിതാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടതും നേർച്ചയാക്കപ്പെട്ടതും ഞങ്ങൾ മുസ്ലിമീങ്ങൾ ചെയ്താൽ തന്നെ സ്വീകരിക്കാത്തവരാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വരും, നിനക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ തരും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കും എന്ന് നമ്മൾ പറയണം. അവിടെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അവര് നമ്മളെയും നിർബന്ധിക്കാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലക്കും ദീനുക്കും വലിയ ദീൻ. മത സൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദം. മതങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ല, മനുഷ്യ സൗഹാർദ്ദം പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. അങ്ങനെ ഒരുമയോടുകൂടി മുന്നോട്ട് പോവുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമൂലമായ നല്ല ഒരു വ്യക്തിത്വമായി ഇതാ ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വിശ്വാസ കർമ്മ ആചാര മേഖലകളിൽ നല്ല സ്വഭാവത്തിന്റെ വ്യക്തിത്വങ്ങളായി നമ്മൾ വരുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു വ്യക്തി വിശുദ്ധി നമ്മുടെ സമസ്ത മേഖലകളിലും ഉണ്ടാകണം. വ്യക്തികളോടും കുടുംബത്തോടും സഹപ്രവർത്തകരോടും അയൽവാസികളോടും നാട്ടുകാരോടും രക്ഷിതാക്കളോടും ഒക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.